ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാരറ്റ് പുട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. അതിനായിട്ട് നമ്മൾ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് നെയ്യ്, വളരെ കുറച്ച് നെയ്യ്, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. പാല് തിളപ്പിക്കുമ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് പാൽ തിളപ്പിച്ചെടുത്തു. അത് ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് പുട്ടിനെ നനച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ക്യാരറ്റാണ്. നമ്മൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർ ഗ്രേറ്ററിലൊക്കെ ഇട്ട് എടുക്കാറുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള പുട്ടിൻ്റെ പൊടിയിലേക്ക് ഇതുകൂടെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുക്കണം. ക്യാരറ്റിലും കുറച്ച് വെള്ളമയമുണ്ട്, അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് വേണം നമ്മളിതൊന്ന് തിരുമ്മിയെടുക്കാനായിട്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ചെറിയ പുട്ട് കുറ്റിയിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന ഈ പുട്ടിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവി കയറ്റി എടുക്കുക. ഇതുപോലെ പുട്ട് നമുക്ക് കിട്ടും. വളരെ സോഫ്റ്റാണ്, അത്യാവശ്യം മധുരമുണ്ട്. വേറെ ഒരു കാര്യങ്ങളും ഇതിൻ്റെ കൂടെ വേണ്ട, പഞ്ചസാര പോലും ചേർക്കണ്ട. ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.